നമസ്കാരം. ഇന്ന് ഈ വൈറ്റൽ ആർഎക്സിൽ പർച്ചേസ് എൻട്രി കഴിഞ്ഞതിന് ശേഷം സെയിൽസ് റേറ്റും ലൊക്കേഷനും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം പർച്ചേസ് ബിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബിൽ എൻട്രി ചെയ്യും. സേവ് ചെയ്യുന്ന സമയത്ത് സേവ് ഓപ്ഷന് തൊട്ട് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ സേവ് ആസ് ഡ്രാഫ്റ്റ് ഉണ്ടാവും, സേവ് ആൻഡ് സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ സേവ് ആൻഡ് സെറ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യും. നമുക്കപ്പോൾ പർച്ചേസ് ആനലിസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ പർച്ചേസ് ആനലിസ് നമുക്ക് വരുന്നത് അവസാനത്തെ 3 പർച്ചേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് എത്ര മാർജിനാണ് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ആവറേജ് മാർജിൻ എത്രയായിരുന്നു, ഇപ്പം നമുക്ക് എത്രയാണ് മാർജിൻ ലഭിച്ചിരുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ബില്ല് നമ്മൾ സേവ് നൗ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യും. നമുക്കിപ്പോൾ ലൊക്കേഷൻ ഡിസ്കൗണ്ട് ആഡ് ചെയ്യേണ്ട പേജിലോട്ട് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ HSN കോഡ്, ലൊക്കേഷൻ, ഡിസ്കൗണ്ട്, സെയിൽസ് റേറ്റ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. സോ HSN കോഡ് ഡീഫോൾട്ട് ആയിട്ട് 3004 ആണ്. അതിനുശേഷം ഐറ്റം ലൊക്കേഷൻ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടെ ഫാർമസിയിൽ എവിടെയാണ് ഇരിക്കുന്നത്, എ റാക്കാണോ അല്ലെങ്കിൽ ബി റാക്കാണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസിലും പർച്ചേസിലും നമ്മൾ ഈ ലൊക്കേഷൻ കാണാൻ പറ്റും പ്രോഡക്റ്റിൻ്റെ. നമുക്ക് അതനുസരിച്ച് സ്റ്റാഫിന് ഈസി ആയിട്ട് റാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഐറ്റം കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യും. സ്റ്റോക്ക് നമുക്ക് ലൂസിൽ ഇവിടെ കാണാൻ പറ്റും, സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ലൂസിൽ കാണാൻ പറ്റും. അതിനുശേഷം ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് നമ്മളിവിടെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് റേറ്റ് നമ്മളിവിടെ ആഡ് ചെയ്യും. സെയിൽസ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത് ഏത് എമൗണ്ടിലാണോ നമ്മൾ വിൽക്കുന്നത് അതാണ് സെയിൽസ് റേറ്റ് എന്ന് പറയുന്നത്. സോ സെയിൽസ് റേറ്റ് നമ്മൾ ആഡ് ചെയ്യും. മിനിമം ക്വാണ്ടിറ്റി, മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യും. സോ മിനിമം ക്വാണ്ടിറ്റി, മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന മിനിമം ക്വാണ്ടിറ്റിക്ക് താഴെ പോകുന്നു, ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റ് ഷോർട്ട് ബുക്കിലോട്ട് ആഡ് ആവും. സോ അതിനാണ് നമ്മൾ മിനിമം ക്വാണ്ടിറ്റി, മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളൊരു മിനിമം മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബില്ല് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യും. സോ ബില്ല് സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. അതിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബൾക്കായിട്ടും ബില്ല് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ഡൗണിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് വൈസ്, എമൗണ്ട് വൈസ് അപ്ഡേറ്റ് ചെയ്യാം. സോ ഈ രീതിയിൽ നമുക്ക് ലൊക്കേഷൻ ആൻഡ് ഡിസ്കൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ വൈറ്റൽ ആർഎക്സിൽ. താങ്ക് യു സോ മച്ച്.